प्यारे बच्चों सालाम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. ചട്പടിനെ നദി മേ കൂദ് കർ നടുക്കടക്കി ജാൻ ബച്ചായി. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠനായ ചടുപ്പട് എന്ത് ചെയ്തു? നദീമേ കൂദ്കർ അല്ലെ, നദീമേ കൂദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയിൽ കൂദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിയിട്ട് എന്താണടാ അവിടെ ചെയ്തത്? നടുക്കടുക്കി തന്റെ അനിയനായ ആരാണ്? നടുക്കടിന്റെ ജാൻ ബച്ചായി, ജീവൻ രക്ഷിച്ചു അല്ലെ. അപ്പൊ ആ കഥ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നു അല്ലെ. അത്തരത്തിൽ ജീവൻ രക്ഷിച്ചു. ഇനി അല്ലെ മനസ്സിലാക്കൂ. ഇസ് പർ സ്കൂൾ മേ ബദായി സമാരഹ് ഹോ രഹാ ഹേ. അങ്ങനെ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ സ്കൂളിൽ അല്ലെ, അവരുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിനന്ദന പ്രോഗ്രാം നടത്തുകയാണ്. ഇതിന് വേണ്ടിയിട്ട് പോസ്റ്റർ തയ്യാറാക്കരെ, ഒരു പോസ്റ്റർ നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇത്തരത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ആ പോസ്റ്റർ. ഇങ്ങനെ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് ഈ പോസ്റ്ററിന്റെ മുഴുവൻ മാർക്കും കിട്ടും. അപ്പൊ ഒരു പോസ്റ്റർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു മനോഹരമായിട്ട് കള്ളി വരയ്ക്കുക. ഇനി ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രം എന്റെ മക്കൾക്ക് വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായി സെറ്റായി എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കോ, ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആദ്യം എന്താണോ നമ്മുടെ വിഷയം അതാണ് ഇവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? അഭിനന്ദന പ്രോഗ്രാമാണ്. അപ്പൊ ആ സംഭവം വിഷയം ഫസ്റ്റ് കൊടുക്കുന്നു. നദി മേ കൂദ്കർ നടുക്കടുക്കി ജാൻ ബച്ചായ ചടുപ്പെടുക്കോ. നദിയിൽ ചാടിയിട്ട് നടുക്കടിന്റെ ജീവൻ രക്ഷിച്ച ചടുപ്പടിന് ഗുരുജനോം ഓർ സഹപാഠിയോം കെ അഭിനന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? അധ്യാപകരുടെയും സഹപാഠികളുടെയും, അതായത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അഭിനന്ദനം. എന്നിട്ട് പറയുന്നുണ്ട് ബദായി സമാരഹേ, അഭിനന്ദന പ്രോഗ്രാം അല്ലെ. ഇനി അത് എന്നാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ്, അതാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ താഴെയായിട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ നോക്കിക്കോ, 10 ജൂൺ 2024 നിങ്ങൾക്ക് ഏത് ഡേറ്റും കൊടുക്കുക. നാളത്തെ പരീക്ഷയുടെ ഡേറ്റ് കൊടുത്തോളൂ. പിന്നെ സബേരെ 10 ബജെ, അത് എല്ലാ പോസ്റ്ററിലും നിങ്ങൾക്ക് രാവിലെ 10 മണി എന്ന് കൊടുക്കാം. GUP സ്കൂൾ, മാഷ്വയുടെ സ്കൂളിന്റെ പേര് GUP സ്കൂൾ, ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷിന്റെ അവിടെ നിങ്ങളുടെ സ്കൂളിന്റെ പേരാണ് എഴുതേണ്ടത്. ഇപ്പൊ GUP സ്കൂൾ ആണെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഡാഷിൽ എഴുതേണ്ടത്. നിങ്ങൾ GUP സ്കൂൾ അല്ല മറ്റേതെങ്കിലും സ്കൂൾ ആണെങ്കിൽ അത് നിങ്ങൾ എഴുതിയാൽ മതി, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മാത്രം കൊടുത്താലും മതി. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു പോസ്റ്ററിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യുക. അത്തരത്തിൽ എന്ത് ചെയ്യുക? സ്വാഗതം ചെയ്യാൻ. അവസാനം നിങ്ങൾക്ക് ഒരു ക്ലബിന്റെ പേര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു പോസ്റ്ററിൽ ക്ലബിന്റെ പേരുണ്ടായാലും അടിപൊളിയാണ്, സെറ്റാണ്. ഇത്തരത്തിൽ എൻ്റെ മക്കൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്ററിന് കിട്ടാവുന്ന മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കൃത്യമായിട്ട് ഇത് പഠിച്ചു പോവുക. നമുക്ക് നാളത്തെ പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ചട്പട് ഓർ നടുക്കട് എന്നുള്ള പാഠഭാഗത്തിലെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഇപ്പോൾ തന്നെ എൻ്റെ മക്കൾ പഠിച്ചില്ലേ? അപ്പൊ ഓക്കെയാണ് മക്കളെ. അപ്പൊ നാളെ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.